نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال النبي صلى الله عليه وسلم لمعاذ بن جبل رضي الله عنه حين بعثه إلى اليمن بما تحكم قال بكتاب الله قال فإن لم تجد قال بسنة رسول الله قال فإن لم تجد قال أجتهد رأيي فضرب في صدره وقال الحمد لله الذي وفق رسول الله لما يرضى رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك فلا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فروا الجيش بالمدد إني إذا سامني ضيم يربعني أقول يا سيد السادات يا سندي أقول يا سيد السادات يا سندي أقول يا سيد السادات يا سندي സമാദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, നേതാക്കൾ, സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ആദരണീയരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ അവരുടെ അനുഗ്രഹീതമായ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ സദസ്സിന് ആരംഭം കുറിച്ചു. അള്ളാഹു അവർക്കും നമ്മുടെ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ ഇതുപോലെയുള്ള സർവ്വ സംരംഭവുമായി സഹകരിക്കുന്ന, സഹായിക്കുന്ന മുഴുവൻ ദീനീ സ്നേഹികൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജുറാത്ത് ചർച്ച ചെയ്യുന്ന നമ്മുടെ ഈ നല്ല സന്ദർഭങ്ങൾ ഇഹവര ജീവിത വിജയത്തിന് കാരണമായി അള്ളാഹു ഒരുക്കി തരുമാറാകട്ടെ.
ഈ പരിപാടിക്ക് വേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ശാരീരിക മാനസിക പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പരിഹരിച്ച് അല്ലാഹു റാഹത്തും ഇസ്സത്തും ഹിമ്മത്തുമുള്ള ജീവിതം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സൂറത്തുൽ ഹുജറാത്തിൽ 18 സൂക്തങ്ങളാണെങ്കിലും നിരവധി വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ന് നാം അതിൻ്റെ 1-ാമത്തെ ആയത്താണ് ഓതിവെച്ചത്. വളരെ വിശാലമായ ഒരു വിഷയം, എപ്പോഴും നമ്മെ എല്ലാവരെയും ഉണർത്തിത്തരേണ്ട, ഇടക്കിടക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരേണ്ട ഒരു വലിയ ആശയമാണ് ഇന്ന് നാം ഇവിടെ പഠിക്കാൻ പോകുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ അവലംബം നാം എപ്പോഴും പരിഗണിക്കേണ്ട, നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട നമ്മുടെ പാരമ്പര്യം, അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, അനുകരിക്കേണ്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കും പ്രവൃത്തിയും അവിടുന്ന് നൽകിയ അനുവാദങ്ങളും അവിടുന്ന് വിഷയങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും വിട്ടവരുടെ അഭിപ്രായങ്ങളും അവർ പറഞ്ഞു തന്ന വാക്കുകളും പ്രവൃത്തികളുമെല്ലാം ജീവിതത്തിൽ എപ്പോഴും വളരെ ശ്രദ്ധയോടെ മുറുകെ പിടിക്കുകയും അതിലപ്പുറം ഒരഭിപ്രായ സമന്വയത്തിലേക്കോ അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കുകളിൽ വിശകലനം ചെയ്ത് വിമർശിക്കുന്നതിലേക്കോ ആരും ഒരുങ്ങി പുറപ്പെടാൻ പാടില്ല എന്ന സന്ദേശമാണ് വിശ്വാസികളോട് അല്ലാഹു സംബോധന ചെയ്യുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന തലക്കെട്ട് ഈ സൂറയിൽ 5 പ്രാവശ്യം ആവർത്തിച്ചു വരുന്നു. 5ഉം പ്രത്യേകം പറയേണ്ട, പഠിക്കേണ്ട, കൂടുതലായി പഠനം നടത്തപ്പെടേണ്ട വിഷയങ്ങളാണ്. അതിലൊന്നാണ് തുടക്കത്തിൽ ഇന്ന് നാം ഓതിക്കേട്ടത്. സൂറത്തുൽ ഹുജറാത്തിൽ പറയുന്ന വിഷയങ്ങളിൽ അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് ഹാഫിദ് ഇബ്നു കസീർ പഠിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന അദബുകളാണ്. ഏറ്റവും കൂടുതൽ സ്വീകാര്യതക്കും ബറക്കത്തിനും നിമിത്തമാകുന്ന ഒരു കാര്യമാണ് അദബ്. അതേറ്റവും അധികം സ്വീകരിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. ആ സന്ദേശമാണ് ആദ്യത്തെ 8 ആയത്തുകളിലൂടെ വ്യത്യസ്ത കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. ശേഷം വിശ്വാസികളുമായി സഹകരിക്കുകയും അവരുമായി ഇടപഴകുകയും ചെയ്യേണ്ട ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ അല്ലാഹു നമ്മയോട് ഓതിത്തരുന്നുണ്ട്. നമ്മുടെ ആത്മീയമായ പരിവേഷങ്ങൾക്ക്, സന്ദേശങ്ങൾക്ക് എപ്പോഴും ഭീഷണിയായി പലപ്പോഴും ഉയർന്നു വരാറുള്ള നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്താഗതിയും ശരിയാക്കുകയാണ് അടുത്ത ഭാഗത്ത് ചെയ്യുന്നത്. അവസാന ഭാഗത്ത് വിശ്വാസവും വിശ്വാസികളുടെ അടയാളങ്ങളും ഉദാഹരണ സഹിതം അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തിത്തരും. ഇത് ചുരുക്കി പറഞ്ഞതാണ്, വിശദമായി നാം പഠിക്കാൻ പോകുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ,
ആ വിളി വിശുദ്ധ ഖുർആനിൽ പലപ്പോഴും നാം കേൾക്കുന്ന വിളിയാണ്. ഖുർആൻ പണ്ഡിതന്മാർ ആ വിളിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകം ഒരു വിഭാഗത്തെ വിളിച്ച് കാര്യഗൗരവമുള്ള വിഷയം സൂചിപ്പിക്കുന്നിടത്താണ് അള്ളാഹു ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കുന്നത്. പ്രത്യേകം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ നിലക്കും അവർ പരിഗണിക്കേണ്ട കാര്യം, അവർക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ ഈമാൻ എന്ന ഗുണവിശേഷമാണ് അള്ളാഹു ഇതിലൂടെ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള മനുഷ്യരെ. എല്ലാവരെയും അല്ല അള്ളാഹു ഇവിടെ വിളിച്ചു പറയുന്നു, എല്ലാവരെയും മൊത്തത്തിൽ പറയുന്ന വിഷയങ്ങൾ ഉണ്ട്. ഇവിടെ പറയുന്നത് അള്ളാഹുവിനെയും ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശ്വസിച്ച് വിശ്വാസധാരകളിലൊക്കെ നല്ല ഉറപ്പും കരുത്തും നേടിയിട്ടുള്ള വിശ്വാസികൾ അള്ളാഹു വിളിച്ചുകൊണ്ട് പറയുന്നു. അപ്പൊ ഈ വിളി ശരിക്ക് നമ്മുടെ ഹൃത്തടത്തിലേക്ക് കടക്കണം. നമ്മളെയാണ് അള്ളാഹു വിളിക്കുന്നത്. യാ അയ്യുഹന്നാസ് എന്നൊരു വിളി വേറെയുണ്ട്, അതല്ല ഇവിടെ വിളിക്കുന്നത്. യാ അയ്യുഹന്നാസ് എന്ന തലക്കെട്ടിൽ അള്ളാഹു ഒരുപാട് വിളിക്കുന്നുണ്ട്. മനുഷ്യരോടായി അള്ളാഹു ചില കാര്യങ്ങളൊക്കെ പറയുന്നു, വിശ്വാസികളോടല്ല മനുഷ്യരോട്. മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് അള്ളാഹു വസിയത്ത് ചെയ്തത് മനുഷ്യരോടാണ്, എല്ലാവരോടും. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, വിശ്വാസികളോട് മാത്രമല്ല. ഇത് ഈമാനുള്ള ആളുകൾ പ്രത്യേകം പരിഗണിക്കേണ്ട, അഥവാ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈമാനിൽ കുഴപ്പം വരുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയും ഇസ്മായിൽ ഹഖൽ ബറൂസവി തങ്ങളും കൊടുത്ത ഒരേ തഫ്സീർ, രണ്ടുപേരും ഒരേ തഫ്സീറാണ് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന ആയത്തിന് നൽകിയിട്ടുള്ളത്. അല്ലാഹു ഖിതാബ് ആരംഭിക്കുന്നത് ലിതംബീഹിൽ മുഖാത്തബീന അലാ അന്നമാ ഫീ ഹയ്യിസിഹി അംറുൻ ഖതീർ. വിളിച്ചു പറയാൻ പോകുന്ന വിഷയത്തിൽ അംറുൻ ഖതീർ, വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യസ്തദഇ മസീദ ഇഅ്തിനാഇഹിം ബിശഅനിഹി, കൂടുതൽ പരിഗണിച്ചുകൊണ്ട് ആളുകൾ അത് വിലയിരുത്തുകയും അവരെ മനസ്സിൽ അത് നന്നായി സൂക്ഷിക്കുകയും വേണം. അതിനാണ് അല്ലാഹു വവസഫഹും ബിൽ ഈമാൻ, ഈമാൻ എന്ന വസ്തു പറഞ്ഞ് അല്ലാഹു വിളിക്കുന്നതിൽ തൻസീഫിഹിം, ഈമാനുള്ളവരെ ആവേശം കൊള്ളിക്കാൻ കൂടിയാണ്. നിങ്ങൾക്ക് നമ്മൾ ഈമാൻ തന്നില്ലേ മുഅ്മിനീങ്ങളെ, ആ ഈമാനുള്ള ആളുകളോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു. ഈ പറയാൻ പോകുന്ന വിഷയം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈമാൻ നിങ്ങളിൽ ഉള്ളതുകൊണ്ട് ഇത് ഭംഗം വരുത്തരുത്, ശരിക്ക് ശ്രദ്ധിക്കണം. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, ലാ തുഖദ്ദിമു, നിങ്ങൾ മുൻകടക്കരുത്, ബൈന യദയില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെ മുന്നിലും അവന്റെ റസൂലിന്റെ മുന്നിലും, അഥവാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലും നിങ്ങൾ മറികടക്കരുത്, മുൻകടക്കരുത്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറം ചെയ്യരുത്, അപ്പുറം പോകരുത്. ഒരുപാട് വിഷയങ്ങൾ അതിന്റെ ഉൾപ്പൊരുളുകളിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെ മുന്നിലും അവന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലും നിങ്ങൾ മറികടക്കരുത്, നിങ്ങൾ മുന്തിക്കരുത്, നിങ്ങൾ മുൻകടക്കരുത്. അല്ലാഹു നമ്മോട് പറയുന്നു. എന്നിട്ട് പറയുന്നു വത്തഖുല്ലാഹ്, എല്ലാ ചെയ്യുന്ന കാര്യങ്ങളിലും ഉപേക്ഷിക്കുന്ന കാര്യങ്ങളിലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹു എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇന്നല്ലാഹ സമീഉൻ അലീം, തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായും വാക്കും പ്രവൃത്തിയും അല്ലാഹുവിനെ മറികടന്നാവരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറികടന്നാവരുത്.
ലാ തുഖദ്ദിമു അംറൻ മിനൽ ഉമൂർ, ഒരു കാര്യങ്ങളിലും നിങ്ങൾ മുന്തരുത്. ഖദ്ദിമു എന്നതിന് തതഖദ്ദമു എന്ന് തഫ്സീർ പറഞ്ഞിട്ട് പറയുന്നു, മുന്തിക്കരുത് എന്നൊരു തഫ്സീറുണ്ട്, മുൻകടക്കരുത് മുന്തരുത് എന്നും തഫ്സീറുണ്ട്. രണ്ടും രണ്ടാണ്. മുന്തിക്കരുത് എന്ന് പറഞ്ഞാൽ സ്ഥാനം കുറഞ്ഞതിനെ ആ സ്ഥാനത്ത് വെച്ച് പരിഗണന കൊടുക്കരുത്. ഏറ്റവും അധികം സ്ഥാനം കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ വചനങ്ങളും ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളുമാണ്. ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി, അവിടെ തന്നെ മുന്തിക്കരുത് എന്ന് പറഞ്ഞതിനോടൊപ്പം മുന്തരുത് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതിന്റെ അപ്പുറം കടക്കരുത്, മുന്തരുത്. വലാ തുഖത്തിഊഹു, ഒരു കാര്യവും നിങ്ങൾ ഉറപ്പിക്കരുത്. ഇല്ലാ ബഅദ അൻ യഹ്കുമാ ബിഹി, അല്ലാഹുവും അവന്റെ റസൂലും തീരുമാനിച്ചു തന്ന ശേഷമല്ലാതെ, അവർ അനുവാദം ചെയ്തു തന്ന ശേഷമല്ലാതെ. അപ്പോൾ അവതരിക്കപ്പെടുന്ന വഹി യഥാവിധി നിങ്ങൾ പിൻപറ്റണം. നിങ്ങളിലേക്ക് അയച്ചു തന്ന നബിയെ പിന്തുടരണം. മാറിപ്പോകാൻ പാടില്ല, വേറെ ആരെയും മുന്തിക്കാൻ പാടില്ല. വേറെ മുന്തിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കും പ്രവൃത്തിയും അതിനെ മറികടന്നുകൊണ്ട് നമ്മുടെ സ്വാഭിപ്രായങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന ഏത് കാര്യത്തിനും പറയുന്ന ഏത് വാക്കിനും അടിസ്ഥാനമുണ്ടാകണം. നമ്മുടെ വകയായി ഒന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇത് വലിയ ഒരു സംബോധനയാണ്, വലിയൊരു കാര്യമാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ധാരാളം കാരണങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കൊണ്ടുവന്നു. ബനൂ തമീം ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ വന്നു. വന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾക്കൊരു നേതാവിനെ വേണം, കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ ഒരു നേതാവിനെ വേണം. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഖഅഖഅ ബിൻ മഅബദ് എന്ന് പറയുന്ന സ്വഹാബിയെ തങ്ങൾ അമീറാക്കി കൊടുക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു കൊടുക്കും. രണ്ടുപേരും രണ്ട് സ്വഹാബിമാരെയാ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അറത്ത ഇല്ലാ ഖിലാഫി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് തീർത്തും വിയോജിക്കാനാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം. ഞാൻ പറഞ്ഞത് അംഗീകരിക്കുകയില്ല, നിങ്ങൾ വേറൊരാളെയാണല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഖഅഖഅ ബിൻ മഅബദ് റളിയല്ലാഹു അൻഹുവിനെയാണ്, നിങ്ങൾ പറഞ്ഞത് അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹുവിനെയുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അറത്തു ഖിലാഫക, നിങ്ങളോട് വിയോജിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ സംസാരം ഇങ്ങനെ നീണ്ടുപോയപ്പോ അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ലാ തുഖദ്ദിമു യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ആ വിഷയത്തിൽ ഒരു തീരുമാനം പറയുമല്ലോ, അതിനു മുമ്പ് നിങ്ങൾ തീരുമാനം പറയേണ്ടതില്ല. അതിനു മുമ്പ് നിങ്ങളൊരു അഭിപ്രായ പ്രകടനം നടത്തേണ്ടതില്ല എന്ന് തുടങ്ങുന്ന ആയത്തുകൾ അവതരിച്ചത് അപ്പോഴാണെന്ന് അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതല്ല, മറ്റു പല കാരണങ്ങളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ പകരമായി ഒരാളെ നിർത്താൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ, യുദ്ധത്തിന് പോകുമ്പോ നിർത്താൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരു സഹാബിയുടെ പേര് പറഞ്ഞു എന്നും കാരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേ, 14 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ആമിർ ഗോത്രത്തിലേക്ക് തെരഞ്ഞെടുത്തു. ആ 14 ആളുകളിൽ നിന്ന് 3 ആൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെ മുഴുവനും അവർ കൊന്നുകളഞ്ഞു. ഈ 3 ആളുകൾ രക്ഷപ്പെട്ട് മദീനയിലേക്ക് മടങ്ങുമ്പോൾ ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട 2 ആളുകളെ കണ്ടു.
ആ സമയത്ത് ബനു ആമിർ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ബനു ആമിർ ഗോത്രത്തിൽ നിന്ന് വരുന്നവരാണ്. ഉടനെ ഈ രണ്ടാളുകളെയും അവിടെ വെച്ച് വധിച്ചു. എന്നിട്ട് ബനു സുലൈം ഗോത്രത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, ഇന്ന ബൈനനാ വബൈനക അഹദാ, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു കരാറുണ്ടാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വിഷയം ആദ്യം ഇങ്ങോട്ട് വന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം ആദ്യം പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങളങ്ങ് കേട്ടാൽ മതി. ഇങ്ങനെ കാരണം പറഞ്ഞവരുണ്ട്. ഇരിക്കട്ടെ, പല കാരണങ്ങളും പറഞ്ഞിട്ട് പണ്ഡിതന്മാര് പറയുന്നു, ഒന്നായി നിർത്തേണ്ടതില്ല, മുഴുവൻ വിഷയങ്ങളിലേക്കും കൊണ്ടുപോവുകയാണ് നല്ലത്. അന്നൽ ആയത ആമ്മത്തുൻ ഫീ കുല്ലി ഖൗലിൻ വഫീലിൻ, എല്ലാ വാക്കിലും പ്രവൃത്തിയിലും ഈ ആയത്തിലെ സന്ദേശം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ മാത്രം നിക്ഷിപ്തമാക്കി പറയേണ്ടതില്ല. കേൾക്കുന്ന ആള് എല്ലാ വിഷയവും മനസ്സിലാക്കിക്കോട്ടെ. ഏതൊരു പ്രവൃത്തിയും ഏതൊരു വാക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറികടന്നാകരുത്. അതെ, ലാ തുസ്ബിഖൂഹു ബിൽ ജവാബ്. ഒരു സദസ്സിലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അവിടുന്ന് മറുപടി പറയും മുമ്പ് നിങ്ങൾ പറയരുത്. അതുകൊണ്ടാണ് സ്വഹാബത്ത് പിൽക്കാലത്ത് അതങ്ങനെയും ശ്രദ്ധിച്ചത്. ഹജ്ജത്തുൽ വദാഇൽ വെച്ച് ഒരുപാട് ചോദ്യങ്ങൾ സ്വഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആദ്യം ചോദിച്ച ചോദ്യം, അല്ല, നമ്മൾ ഈ നിലകൊള്ളുന്ന മാസം ദുൽഹിജ്ജ മാസമല്ലയോ? അവരാരും മറുപടി പറഞ്ഞില്ല. അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറഞ്ഞു. അവർ സ്വീകരിച്ച അദബാണ് ഈ ആയത്തിന്റെ അവതരണ ശേഷമാണത്. പിന്നീടുള്ള എല്ലാ സംഗതികൾക്കും അങ്ങനെയാണ്. എന്തേ കാരണം? തങ്ങൾ വീണ്ടും ചോദിച്ചു, ഇത് ദുൽഹിജ്ജ മാസമല്ലയോ? അതെ. പിന്നെന്തേ നിങ്ങൾ പറയാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ മിണ്ടാതിരുന്നതാണ്. വീണ്ടും തങ്ങൾ ചോദിച്ചു, ഈ നാട് ഏതാണ്? ഈ ഭൂമി ഏതാണ്? ആ ചോദ്യത്തിനൊക്കെ അവരുടെ പ്രതികരണം, അല്ലാഹു വറസൂലുഹു അഅലം. തങ്ങൾ പറയട്ടെ, ഏതൊരു വിഷയത്തെപ്പറ്റി ചോദിച്ചാലും ലാ തുസ്ബിഖൂഹു ബിൽ ജവാബ്, മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ മുൻകടക്കരുത്. വഇദാ ഹദറത് തആം, ഭക്ഷണം കഴിക്കുന്നിടത്തെത്തിയാൽ ലാ തുബ്ദിഉ ബിൽ അക്ലി ഖബ്ലഹു, തങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങരുത്. ഈ ആയത്തിന്റെ പിറകിലായിട്ട് നമ്മുടെ കൂട്ടത്തിൽ മാനിക്കേണ്ട ബഹുമാനിക്കേണ്ട ആളുകളുടെ അദബും പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ ആളുകളുടെ ഇടയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ നമ്മൾ നോക്കണം ആരൊക്കെ അതിൽ പരിഗണിക്കേണ്ടതുണ്ട്, ആരാണ് തുടങ്ങേണ്ടത്. ബാപ്പയും ഉമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ബാപ്പ തുടങ്ങിയിട്ടേ ബാക്കിയുള്ളവർ തുടങ്ങാവൂ. ഭാര്യയും ഭർത്താവ് ഒരുമിച്ചാ ഭക്ഷണം കഴിക്കുന്നത്, ഭർത്താവിന് മുൻഗണന കൊടുക്കണം, ഭർത്താവ് ആദ്യം തുടങ്ങണം. ഉസ്താദും ശിഷ്യന്മാരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഒരൊറ്റ ശിഷ്യനും ഭക്ഷണപാത്രത്തിലേക്ക് കൈവെക്കരുത് ഉസ്താദ് വെക്കുന്നതിന്റെ മുമ്പ്. ഉസ്താദ് എടുത്ത് കുഴച്ച് വായിലേക്ക് ഇങ്ങനിട്ട ശേഷമാണ് ബാക്കിയുള്ളവരും അതുപോലെ ചെയ്യേണ്ടത്. ഈ അദബ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിക്കുന്നതോടൊപ്പം സമൂഹത്തിൽ അങ്ങനെ മാനിക്കേണ്ട എല്ലാവരോടും അത് ബാധകമാണെന്ന് വിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാർ നമ്മത് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നു. വഇദാ ദഹബതും ഇലാ മൗളിൻ ലാ തംശു അമാമഹു ഇല്ലാ ലിമസ്ലഹത്തിൻ ദഅതിലൈ, നിങ്ങളുടെ സ്ഥലത്തിലേക്ക് പോവുകയാണെങ്കിൽ തങ്ങൾ നടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ അവിടേക്ക് നടന്നു എത്തരുത്, എന്തെങ്കിലും മസ്ലഹത്തിന് വേണ്ടി ഒഴികെ. അവിടെയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ, ഗുഹയിൽ ഞാൻ കടന്നോളാം ആദ്യം, എന്നിട്ട് തങ്ങൾ കടന്നാൽ മതി എന്നൊരു മസ്ലഹത്തിന് വേണ്ടി പറഞ്ഞത്. മുന്തിക്കേണ്ടത് അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ്. തങ്ങൾ പോകുമ്പോൾ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ പോകാൻ പാടില്ല, അത് പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു മസ്ലഹത്ത് വേണം.
യുദ്ധത്തിന് പോകുമ്പോ ഒരു വിഭാഗത്തെ നേരത്തെ ജനങ്ങൾ പറഞ്ഞേക്കാറുണ്ട്. സ്ഥലം നോക്കാനും റൂട്ട് നോക്കാനും വെള്ളമുള്ള സ്ഥലം നോക്കി കണ്ടെത്താനും ആരെങ്കിലും അവിടെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നോക്കാനും. മുഖദ്ദമത്തുൽ ജയ്ഷ്, സൈന്യത്തിന്റെ മുന്നിൽ പോകുന്ന ഒരു മുൻനിര സംഘമുണ്ട്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പോകുന്നതിന്റെ മുമ്പാണ് പോവുക. അതൊരു മസ്ലഹത്തിന് വേണ്ടിയാണ്, അല്ലാതെ പോകാൻ പാടില്ല. ചെറിയ ആളുകൾ വലിയവരെക്കാൾ മുണ്ടാൻ പാടില്ല. ഇല്ലാ ഫീ സലാസത്തി മവാദിഅ്, 3 സ്ഥലങ്ങളിലല്ലാതെ. 3 സ്ഥലങ്ങളിൽ ചെറിയവരെ മുന്നോട്ട് വെക്കണം. രാത്രിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, നടന്നു പോകുന്നതെങ്കിൽ ചെറിയവരെ മുന്നോട്ട് നിർത്തണം. വലിയ ആളുകൾ പിന്നിൽ നിന്ന് ടോർച്ചടിച്ചു കൊടുക്കണം, വഴി കാണിച്ചു കൊടുക്കും. അപ്പൊ മുന്നിൽ പോകുന്ന ഈ ചെറിയ ആൾക്ക് ബാക്കിൽ ബാപ്പയുണ്ട്, ധൈര്യം, ജ്യേഷ്ഠനുണ്ട്, ധൈര്യം. അപ്പോ മുന്നിൽ പോകുന്നവർക്ക് നടക്കാനും പേടിയില്ലാതെ മുന്നോട്ട് പോകാനും കഴിയും. ബാക്കിൽ ആരോ വരുന്നുണ്ടോ എന്നുള്ള പേടിയുമില്ല, ബാക്കിൽ നല്ല സുരക്ഷിതത്വമാണ്. അവർ തന്നെ മുന്നിലേക്ക് നോക്കുന്നുണ്ട്. മറ്റൊന്ന് അത് നമ്മൾ ഇന്നും കാണുന്ന കാഴ്ചയാണ്. വല്ല ആക്രമിക്കാൻ വരുന്ന സൈന്യത്തെയും കണ്ടാൽ കുട്ടികൾ ആദ്യം മുന്നോട്ട് വെച്ചു കൊടുക്കും. എന്തിനാന്നറിയാം? ഞങ്ങൾ നിങ്ങളെ എതിർക്കാനും ആക്രമിക്കാനും വരില്ല, ഞങ്ങൾ യാത്രക്കാർ. ഈ കുട്ടികളെല്ലാവരും കൂടി യാത്ര പോകണം. നിങ്ങളോട് എതിർക്കാൻ വേണ്ടി വരികയാണെങ്കിൽ കുട്ടികളെ മുന്നോട്ട് വെക്കേണ്ട ആവശ്യം. അപ്പൊ അപ്പുറത്തുനിന്നുള്ള അക്രമകാരികൾക്ക് മനസ്സിലാകും ഇവർ എതിർക്കാൻ വരുന്ന ടീമല്ല, ഒരു യാത്രാ സംഘമാണ്. അതാണ് കുട്ടികളൊക്കെ മുന്നോട്ട് വെച്ച് നടക്കുന്നത്. അപ്പൊ അവര് പിന്നെ ഇങ്ങോട്ട് ബോംബെറിയൂല, ആക്രമിക്കൂല. ഒരു സൈന്യത്തെ കണ്ടാൽ, ഒരു കുതിര സംഘം, കുതിര പടയാളികളെ കണ്ടാൽ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിലോ ഒഴുകുന്ന വെള്ളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങാണ്, എന്നാ ആഴം നോക്കാനും മറ്റുമൊക്കെ വലിയവരാണ് ആദ്യം അങ്ങോട്ട് പ്രവേശിക്കേണ്ടത്. അവർ പ്രവേശിച്ചിട്ട് ഒന്നിങ്ങനെ നീന്തിയിട്ട് കുട്ടികളോട് പറയും ഇങ്ങോട്ട് ഇറങ്ങണ്ട, അവിടെ നിന്ന് തന്നെ മുക്കി കുളിച്ച്, അല്ലെങ്കിൽ ഒന്ന് പതുക്കെ ഒരു കാലം മുന്നോട്ട് വെച്ച് കുളിച്ച് കയറിപ്പോയാൽ മതി. നല്ലോണം ചുഴിയുണ്ട്, നിങ്ങൾ കുടുങ്ങിപ്പോയാൽ താഴെ എത്തിപ്പോകും, പിന്നെ പെറുക്കാൻ കിട്ടൂല. അവിടെയും വലിയ ആൾക്കാര് ചെറിയ ആൾക്കാരെ മുന്നോട്ട് വെച്ച് ഒന്ന് അവരെ കുളിപ്പിച്ച് കയറ്റി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പഴയ കാലങ്ങളിലൊക്കെ വയസ്സായ ആളുകളുടെ മുന്നിൽ ചെറുപ്പക്കാര് നടന്നുപോയാൽ അല്ലാഹു ആ ചെറുപ്പക്കാരനെ ഭൂമിയിലേക്ക് ആഴ്ത്താറുണ്ട്. കാരണം വലിയവരെ പരിഗണിക്കേണ്ടതുണ്ട്. ഈ ആയത്തിന്റെ ഉള്ളിൽ മുൻകടക്കാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, നിങ്ങളൊരാളും മറ്റൊരാളെ മറികടക്കാൻ പാടില്ല എന്ന നിരോധനാജ്ഞയിൽ പെടുന്നുണ്ട്. അൽ മശിയു ബൈന യദയിൽ ഉലമാ, പണ്ഡിതന്മാരുടെ മുന്നിലൂടെ നടക്കൽ. പണ്ഡിതന്മാരെ പരിഗണിക്കണമല്ലോ. അവര് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നിൽ പോകാൻ പാടില്ല. അവര് സമ്മതം തന്നു, നിങ്ങൾ നടന്നോളൂ, വടിയെറിയാൻ എനിക്ക് വടിയെറിയൂല, അപ്പൊ നമ്മൾ മുന്നിൽ നടക്കണം. അല്ലെങ്കിൽ അവരെ മുന്നിലൂടെ പോകാൻ പാടില്ല. ആലിമീങ്ങൾ, മുതഅല്ലിമുകൾ, സാദാത്തുക്കൾ അവരെ മുന്നിൽ നടത്തണം. എന്തിനാ അവരെ മുന്നിൽ നടത്തുന്നത്? അവര് മുന്നിൽ പരിഗണിക്കേണ്ട വിഭാഗമാണ്. നേരത്തെ പ്രായമുള്ളവരെ മുന്നിൽ നടത്തണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഉപ്പ പതുക്കെ പതുക്കെ വീട്ടിലേക്ക് വരും. അപ്പോ മകന് വേഗം പോകണം, ഒന്നുകിൽ സമ്മതം വാങ്ങണം, അല്ലെങ്കിൽ റൂട്ട് മാറ്റി പോകണം. ബാപ്പ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു പോകുമ്പോ മകന് ഹൈസ്പീഡിൽ പോയാൽ ഒരു പക്ഷേ ബാപ്പാക്ക് തോന്നിയെങ്കിലും എന്താപ്പ നമ്മളെ മോന് ഒരു പരിഗണനയില്ലാതെ പോകുന്നത്. ബാപ്പാന്റെ മുന്നിലൂടെ പോകുന്ന മകനെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിച്ചു, അതാരാ മോനെ? അത് ബാപ്പയാ. എന്നാ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും പേരെടുത്ത് ബാപ്പാനെ വിളിക്കരുത്, മുന്നിലൂടെ നടക്കരുത്. ഞാനും നടത്തു. അവ തങ്ങൾ ചെയ്യുന്നതിന്റെ മുമ്പാണ് അറിവ് നടന്നത്.
അത് പറ്റൂല. നോമ്പ് നോൽക്കുന്നതും അങ്ങനെ തന്നെയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോൽക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ നോൽക്കരുത്. യൗമു ശക്കിന്റെ അന്ന് സ്വഹാബത്തിന് നബി തങ്ങൾ നോമ്പ് നോറ്റിട്ടുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ സംശയം വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തുള്ള സഹാബിമാര് ആ വിഷയം ചോദിച്ചപ്പോൾ മഹദി പാല് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു. തങ്ങൾ ആ പാല് അങ്ങനെ കുടിച്ചു. അപ്പൊ സഹാബത്തിന് ബോധ്യമായി ഇന്ന് അവിടുന്ന് നോമ്പ് നോറ്റിട്ടില്ല. ഇങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവൃത്തി മുന്തിക്കണം. തങ്ങൾ ചെയ്യുന്നതിന്റെ മുമ്പ് ചെയ്യരുത്. അതേ രൂപത്തിൽ തന്നെ തങ്ങൾ പറയുന്നതിന്റെ മുമ്പ് പറയരുത്. ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ തങ്ങൾ ഒരുങ്ങി നിൽക്കുമ്പോ ഗോത്ര വിഭാഗങ്ങൾ, നിവേദക സംഘങ്ങളൊക്കെ തങ്ങളെടുത്ത് വരാറുണ്ട്. അവരോടൊക്കെ അല്ലാഹു പറയുന്നു, നിങ്ങളങ്ങ് ചാടിപ്പോകരുത്, എന്നിട്ട് നേരത്തെ തീരുമാനം പറയരുത്. എല്ലാ വിഷയത്തിലും തങ്ങളെ അനുകരിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെടുത്തു നിൽക്കണം. ഇതാണ് ഈ ആയത്തിന്റെ തഫ്സീറിലായി ഹാഫിദ് ഇബ്നു കസീർ പറഞ്ഞപ്പോ പറഞ്ഞു, ചില അദബുകളാണ് അല്ലാഹുവിടെ പഠിപ്പിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പെരുമാറ്റത്തിൽ വിശ്വാസികൾക്ക് വേണ്ട അദബുകൾ ശരിക്ക് പഠിപ്പിക്കുകയാണ്. തങ്ങൾ പറയുന്ന വാക്ക് അത് വലിയ തെളിവായിട്ട് തന്നെ കാണണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ സ്വന്തം അഭിപ്രായ പ്രകാരം കാര്യങ്ങളൊക്കെ കെട്ടിച്ചമച്ച് പലതും നിർമ്മിക്കുന്ന അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യുന്ന എല്ലാവരോടും ഈ വാക്ക് അത് നിർത്താനാ പറയുന്നത്, അല്ലാഹു അത് അവസാനിപ്പിക്കാനാ പറയുന്നത്. പിൻബലം വേണം. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു, ആര് ചെയ്യാൻ പറഞ്ഞു, എന്താണ് അതിന് തെളിവ് എന്ന് ആഖിറത്തിൽ ചോദിക്കുമ്പോ നാട്ടുകാര് പറഞ്ഞു, കൂട്ടുകാര് പറഞ്ഞു, വീട്ടുകാര് പറഞ്ഞു, പറ്റൂല. അടിസ്ഥാനം വേണം. ആ വിഷയത്തിൽ, ചെയ്യുന്ന വിഷയത്തിൽ തെളിവ് വേണം. എന്താ തെളിവ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവിടുന്ന് ചെയ്തത്, അല്ലെങ്കിൽ അനുവദിച്ചത്, സമ്മതിച്ചത്, സ്വഹാബത്ത് ആ പ്രവർത്തനം കണ്ട് പഠിപ്പിച്ചു തന്നത്, ഇതെല്ലാം അനുധാവനം ചെയ്യാൻ പറ്റിയതാണ്. ഇതൊന്നും മാതൃകയില്ലാതെ നമ്മുടെ വക കുറെ സൃഷ്ടിച്ചെടുക്കുക, അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാൻ അതിലേക്ക് വരാം. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് തങ്ങളെ ചോദ്യം, മുആദേ യമനിലേക്കാണ് പോകുന്നത്, ബിമ തഹ്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വിധി പറയുക? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബി കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് ഞാൻ ജനങ്ങളോട് തീരുമാനം പറയും. ഫഇല്ലം തജിദ്, വിഷയം ഖുർആനിൽ എത്തിച്ചിട്ടില്ലെങ്കിലോ, ഖുർആനിൽ ഇല്ലാന്നല്ല, നിങ്ങൾ നോക്കിയിട്ട് കണ്ടെത്തിയില്ലെങ്കിലോ, ബിസുന്നത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അങ്ങയുടെ സുന്നത്ത് കൊണ്ട് ഞാൻ തീരുമാനം പറയാം. തങ്ങൾ വീണ്ടും ചോദിച്ചു, ഫഇല്ലം തജിദ്, നിങ്ങളുടെ പക്കൽ അങ്ങനെ ഒരു തെളിവ് വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾ കണ്ടെത്തിക്കുന്നില്ല, നിങ്ങൾ എന്റെ സുന്നത്തിലും നിങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജ്തഹിദു റഈ, ഞാൻ എന്റെ അഭിപ്രായം അനുസരിച്ച് ഗവേഷണം നടത്തും. എനിക്ക് അറിവുള്ള ഖുർആനിന്റെ വിഷയങ്ങളിലും ഹദീസിന്റെ വിഷയങ്ങളിലും ഞാൻ ഗവേഷണം നടത്തും. അത് കേട്ടപ്പോ ഫളറബ ഫീ സ്വദ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷത്തെ നെഞ്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കൊട്ടിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ വഫഖ റസൂലില്ലാഹി ലിമാ യർളാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതന് റസൂലുള്ളാഹി പൊരുത്തപ്പെടുന്ന കാര്യത്തിന് തൗഫീഖ് നൽകിയ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുൻഗണന ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലി, അല്ലാഹു പറഞ്ഞതിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ, പിന്നെയോ സ്വഹാബത്ത് അവർക്കുള്ള സവിശേഷമായ ബുദ്ധി കൊണ്ട് ഇജ്തിഹാദ് ചെയ്തെടുത്ത വിഷയത്തിനും വലിയ പിൻബലമുണ്ട്. സ്വഹാബത്തിനെ തെളിവാക്കാത്ത ആളുകൾക്ക് ഈ ആയത്ത് ചുട്ട മറുപടി നൽകുന്നുണ്ട്. ഇതേ ആയത്തിന്റെ തഫ്സീറിലാണ് ഹാഫിദ് ഇബ്നു കസീർ ഇത് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഫൽ ഗറളു മിൻഹു, ഈ ഹദീസ് ഇവിടെ വിവരിച്ച ലക്ഷ്യം, അന്നഹു അഖറ റഅയഹു വനദറഹു വജ്തിഹാദഹു, മുആദ് റളിയല്ലാഹു അൻഹു തന്റെ തീരുമാനം,
തന്റെ അഭിപ്രായം, തന്റെ ഗവേഷണം പിറകോട്ട് വെച്ചു. ഇലാ മാ ബഅദൽ കിതാബി വസുന്ന. ചിലര് സ്വന്തം രൂപകൽപ്പന ചെയ്ത് എഴുതിണ്ടാക്കിയിട്ട് പറയും, അങ്ങനെ ഖുർആനിലുണ്ട്, അങ്ങനെ ഹദീസിലുണ്ട്, അങ്ങനെ സ്വഹാബത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു അസുലും അതിലുണ്ടാകൂല. ശരിക്കും പിൻബലം വേണം. സ്വന്തം അഭിപ്രായങ്ങളൊക്കെ പിറകോട്ട്, അതൊക്കെ എത്രയോ പിറകോട്ട് വെക്കണം. മുആദ് റളിയല്ലാഹു അൻഹു എത്ര പ്രഗത്ഭനായ സ്വഹാബി വര്യനാണ്. ആദ്യം നിങ്ങൾ എന്ത് പോയിട്ടാ തീരുമാനിക്കുക, ഞാൻ എനിക്കറിയും പോലെ തീരുമാനിക്കും എന്നല്ല പറഞ്ഞത്. ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് ഹുക്മ ചെയ്യും. പിന്നെയോ ഖുർആനിൽ കണ്ടെത്തിക്കുന്നില്ലെങ്കിലോ സുന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുചര്യയുണ്ടല്ലോ, അത് അവലംബിക്കും. അതിലും നിങ്ങൾ വിഷയത്തിന് മറുപടി കാണുന്നില്ലെങ്കിലോ എനിക്ക് അല്ലാഹു തന്ന ഇജ്തിഹാദിന്റെ കഴിവ് കൊണ്ട് ആ സുന്നത്തിലും കിതാബിലും ഞാനൊന്ന് ഗവേഷണം നടത്തിയിട്ട് ചിക്കി ചികഞ്ഞ് അന്വേഷിച്ചിട്ട് പറ്റുന്ന മറുപടി ഞാൻ പറയും. ഹാഫിദ് ഇബ്നു കതീർ പറയാണ്, വലൗ ഖത്തമഹു ഖബ്ലൽ ബഹ്സി അൻഹുമാ ലകാന മിൻ ബാബി തഖ്ദീമി ബൈന യദൈല്ലാഹി വറസൂലിഹി. ആ അഭിപ്രായത്തെ ഈ രണ്ടെണ്ണത്തിന്റെയും മുമ്പ് വെച്ചിരുന്നെങ്കിൽ, ഖുർആനിന്റെയും ഹദീസിന്റെയും മുമ്പ് ഞാൻ എന്റെ അഭിപ്രായമാണ് ആദ്യം പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും മറികടക്കലാകും. അവര് പറഞ്ഞ തീരുമാനത്തെ പിറകോട്ട് വെച്ച് മുന്നോട്ട് നിൽക്കലാകും. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്വഹാബിമാര് തന്നെ അഥവാ അവരുടെ ഇജ്തിഹാദനുസരിച്ച് ഒരു കാര്യം അവർ നിർവഹിക്കുകയാണെങ്കിൽ പൂർണ്ണമായ പിൻബലം കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടനെ വന്ന് അന്വേഷിക്കുന്നതിന്റെ മുമ്പ് അതിൽ തീരുമാനമെടുക്കാൻ പറയാനും അവർക്ക് അത്രയും വലിയ പേടിയാണ്. സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ നിരവധി തവണ കൊണ്ടുവന്ന ഹദീസ് കാണാം. സ്വഹാബിമാരിൽ ഒരു കൂട്ടം ആളുകൾ യാത്ര പോയി. വഴിമധ്യേ അവർക്ക് ശക്തമായ വിശപ്പ് വന്നു. അങ്ങനെ ഒരു ഭാഗത്ത് അവർ വിശ്രമിക്കാനിരുന്നു. പരിസരത്തൊരു വീട് കണ്ടു, ഒരു വലിയ തറവാട് വീടാണ്. അവിടെ പോയിട്ട് ഭക്ഷണം തരുമെന്ന് ചോദിച്ചു. ഞങ്ങൾ യാത്രക്കാരാണ്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങളാകെ കുടുങ്ങിയിട്ടുണ്ട്, വിഷമാണ്. അപ്പൊ ആ വീട്ടുകാർ പറഞ്ഞു ഭക്ഷണം തരൂല എന്ന് പറഞ്ഞു. ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും താഴ്ന്ന തരം താഴ്ന്ന സ്വഭാവമാണ്. ഏത് മനുഷ്യനും ഭക്ഷണം ചോദിച്ചാൽ കൊടുക്കണം. അതെന്തേ? ഇത് മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ഭക്ഷണം എന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെയും ഹയാത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതല്ലേ. കൊടുക്കാൻ കഴിയുന്നവർ കൊടുക്കണം, അവര് തരൂല എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബിമാര് തരുന്നില്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റൂല, ക്ഷീണാണ്. അവരൊരു ഭാഗത്ത് തന്നെ ഇരുന്നു. ഏതെങ്കിലും യാത്രക്കാരൊക്കെ വരുമ്പോ അവരെ കയ്യിൽ എന്തെങ്കിലും മിച്ചുണ്ടെങ്കിലും വാങ്ങാം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്നത് അങ്ങനെ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ അതേ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ ഗോത്രത്തലവന് പാമ്പ് കടി അല്ലെങ്കിൽ തേള് കടി രണ്ട് റിപ്പോർട്ടിൽ കാണാം. കടിയേറ്റിട്ടുണ്ടെങ്കിൽ തർക്കല്ല. ലുദിഗ സയ്യിദു ഹാദൽ ഹൈ, ഈ കുടുംബത്തിലെ ഗോത്രത്തലവന് കടിയേറ്റിട്ടുണ്ട്. പാമ്പിന്റെ കടിയാന്നും പറയും, തേളിന്റെ കടിയാന്നും പറയുന്നുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കുന്നവരുണ്ടോ? ഒന്ന് ചികിത്സ തേടി വന്നാണ്, സഹാബിമാരെടുത്ത് വന്നതാണ്. അവര് പറഞ്ഞു മന്ത്രിക്കാനൊക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ വെറുതെ മന്ത്രിച്ചില്ല. കാരണം ഞങ്ങൾ ഭക്ഷണം ചോദിച്ചിട്ട് ഒരു മനുഷ്യന് വേണ്ട ഒരു ധാർമ്മികമായ ആവശ്യമല്ലേ ഭക്ഷണം എന്നുള്ളത്, അത് തരാത്ത കൂട്ടരല്ലേ നിങ്ങൾ. അങ്ങനെ അങ്ങോട്ട് മന്ത്രിച്ചെരൂല, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആദ്യം നിശ്ചയിക്കണം. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാരിതോഷികം നിശ്ചയിച്ചെങ്കിലേ മന്ത്രിച്ചെരൂ. അല്ലാതെ മന്ത്രിക്കാൻ പാടില്ലാത്തോണ്ടല്ല. ആദ്യം ആ രൂപത്തിലാണ് ഇവർ പെരുമാറ്റം ഉണ്ടായത്. അതുകൊണ്ടാ ഈ മന്ത്രവും ഫ്രീ ആയി കൂട്ടണ്ട, ഭക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് കരുതി എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് തരാം. അങ്ങനെ പോയി മന്ത്രിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മന്ത്രം അവിടുത്തെ സുന്നത്തുമാണ്, തങ്ങൾ നിർവഹിക്കുന്ന സ്വഹാബത്ത് കണ്ടിട്ടുണ്ട്, പിൻപറ്റിയിട്ടുണ്ട്, ഒരു തർക്കമില്ല. ഒരാൾ പോയി സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചു ഊതി കാലിന്റെ വിഷം അങ്ങനെ തന്നെ ഇറങ്ങി. ഫാത്തിഹ സൂറത്ത് തീരലോടെ തീ തുപ്പുന്ന വേദന സഹിച്ചിരുന്ന ഗോത്രത്തലവൻ എണീറ്റ് നടക്കാൻ തുടങ്ങി. എന്താണ് അവർക്ക് വേണ്ടത് കൊടുത്തോളൂ. അപ്പൊ ആളുകളുടെ എണ്ണം നോക്കി ഓരോരുത്തർക്കും ഓരോ ആട് കൊടുത്തു.
മന്ത്രിച്ചാക്ക് മാത്രമല്ല, കൂടെ വന്നവർക്കൊക്കെ അങ്ങനെയാണല്ലോ. ഉസ്താദിന്റെ കൂടെ ശിഷ്യന്മാരുണ്ടെങ്കിൽ അവർക്കുണ്ടല്ലോ. അതാ, അതൊരു ഇത്തിബാണ്. എല്ലാവർക്കും ഓരോ ആട് കൊടുക്കും. ആ ആടുകളേറ്റ് മന്ത്രിച്ചാൾ ഇങ്ങനെ വന്നു. സ്വഹാബത്തിന്റെ അടുത്ത് വന്നപ്പോ വല്ലാത്ത സന്തോഷം. കാരണം പള്ളയൊന്നുമില്ല, വിശന്നൊട്ടിയ വയറുമായി യാത്ര ചെയ്യാൻ കഴിയാതെ വിശന്നിരിക്കുകയാണല്ലോ. അപ്പൊ നല്ല 1-ാം നമ്പർ ഭക്ഷണം കിട്ടിയത്. പക്ഷെ ആ ആട്ടിൻ പറ്റങ്ങളുമായി വന്ന ആള് അവരോട് പറഞ്ഞു, സഹാബി പറഞ്ഞു, മന്ത്രിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, സുന്നത്താണ്, മന്ത്രത്തിന് ഫലമുണ്ട്, നമ്മളത് കണ്ടതുമാണ്, ഇപ്പോൾ നമ്മൾ അനുഭവിച്ചതുമാണ്. ഗോത്രത്തലവന്റെ അസുഖമൊക്കെ മാറി, ഇപ്പൊ വിഷമമൊന്നുമില്ലാതെ നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ നിശ്ചയിച്ചു വാങ്ങാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് നമ്മള് ഈ കുടുക്കിൽപ്പെട്ടത് കൊണ്ടൊരു കാര്യം പറഞ്ഞാലേ, അതുകൊണ്ട് നമ്മൾ വേഗം മദീനയിലേക്ക് തിരിക്കാം. എന്നിട്ട് അവിടെ എത്തിയിട്ട് തങ്ങളോട് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഉപയോഗിച്ചാൽ മതി. അപ്പൊ കുറച്ച് സഹാബിമാര് പറഞ്ഞു, നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ മടങ്ങിക്കോളൂ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ 1-2 അറുത്ത് വിശപ്പ് ആദ്യം മാറ്റട്ടെ. കാരണം അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു ആഫിയത്ത് വേണ്ടേ, ഒരു ഊർജം വേണ്ടേ. അപ്പൊ 1-2 അറുത്ത് അതൊക്കെ ഒന്ന് ഭക്ഷ്യയോഗ്യമാക്കിയ ശേഷം വേവിച്ചൊന്ന് ഭക്ഷിച്ച് പോകട്ടെ എന്ന് കരുതി അങ്ങനെ അറുത്തു, ഭക്ഷിച്ചു. എന്നാലും നിങ്ങൾ നോക്കവരെ മനസ്സിലെ ഹൗഫ് മാറിയിട്ടില്ല. ഇതൊരിക്കലും തങ്ങളുടെ അഭിപ്രായത്തെ മറികടക്കുന്നതാകരുത് എന്ന ബോധ്യം അവർക്കുണ്ട്. വന്ന ഉടനെ തന്നെ മദീനയിലെത്തിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇങ്ങോട്ട് വരാൻ ഉറപ്പിച്ചു. പലരും അങ്ങനെ ചെയ്താലോ എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷേ വിശപ്പിന്റെ ഊക്കുകൊണ്ട് ആടുകൾ അറുത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആ ലഭിച്ചത് ബറക്കത്തുള്ള ഭക്ഷണമാണ്. ഇന്ന അഹഖ മാ അഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്. നിങ്ങൾ ആ കൂലിയായി നിശ്ചയിച്ച് വാങ്ങിയതും കൂലി വാങ്ങാൻ പറ്റിയ നല്ല വിഷയം തന്നെയാണ്. മന്ത്രി ചൂര്യതിന് കൂലി നിശ്ചയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സ്വഹാബത്ത് ചെയ്ത വിഷയത്തിൽ വീക്ഷണത്തിൽ തെറ്റില്ല. അവർക്ക് എങ്ങനെ അത് മനസ്സിലായി? അത് അല്ലാഹു തആല അവർക്ക് നൽകിയ വ്യത്യസ്തമായൊരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായത്തെ പിൻപറ്റുമെന്ന് പറഞ്ഞപ്പോ ശരിയല്ല എന്നല്ലല്ലോ നബി തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ അഭിപ്രായം വലിച്ചെറിയണം എന്നല്ലോ പറഞ്ഞത്. അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂല റസൂലില്ലാഹി ലിമാ യർളാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടുന്ന കാര്യത്തിന്, തൃപ്തിപ്പെടുന്ന കാര്യത്തിന് എന്റെ ദൂതന് സമ്മതം നൽകിയ, തൗഫീഖ് നൽകിയ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. അപ്പൊ സ്വഹാബത്തിന്റെ ഇജ്തിഹാദ്, ഖുർആനിൽ നിന്ന് സുന്നത്തിൽ നിന്ന് അവലംബമാക്കി അവർ നടത്തുന്ന ഗവേഷണങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ തെളിവായി പരിഗണിക്കേണ്ടതാണ്, സ്വീകരിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് അത് എതിരല്ല, ഒരിക്കലും അത് എതിരാവുകയില്ല, അത് വിരോധമാവുകയില്ല, വൈരുദ്ധ്യമാവുകയില്ല. തീർത്തും അത് സത്യമാണ്. അപ്പൊ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നതിന് എതിര് പറയാൻ പാടില്ല. ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലിഹി. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും നിങ്ങളോട് കൽപ്പിച്ചതിനെ മറികടക്കരുത് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ, ലാ തഖൂലൂ ഖിലാഫൽ കിതാബി വസ്സുന്നah. ഖുർആനിനും സുന്നത്തിനും എതിര് നിങ്ങൾ പറയരുത്. നമുക്ക് ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ മുന്നിൽ ഒരു കാര്യം വന്നിട്ടുണ്ട്, ഖുർആനിനും സുന്നത്തിനും എതിരാണോ, ഒരാൾക്കും അത് സമ്മതം കൊടുക്കരുത്. കുറച്ചൊക്കെ ആവാമെന്ന് പറയരുത്. ഇവിടെ നമ്മൾ പ്രത്യേകം ഗൗനിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിലാണെങ്കിലും കഴിഞ്ഞ നൂറ്റാണ്ടിലാണെങ്കിലും അവിടുന്നും ഇവിടുന്നും കണ്ട മാതൃകകൾ സ്വീകരിക്കാൻ പാടില്ല. ആരെങ്കിലും ചെയ്തത് അവലംബിക്കാൻ പാടില്ല. അത് തീർത്തും ഖുർആനിനും സുന്നത്തിനും എതിരാണെങ്കിൽ ഒരിക്കലും അത് ഒരു ഫാഷനായി വന്നാലും ശരി അവലംബിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. എന്താണ് അവിടെ അല്ലാഹുവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ആ നിലപാടാണ് ശരിക്കും സ്വീകരിക്കേണ്ടത്. അതിനെതിരെ നമ്മുടെ വക
നമ്മുടെ അഭിപ്രായം അനുസരിച്ച് സ്വീകരിക്കാൻ വിശ്വാസികളെ നമുക്ക് പാടില്ല. ലാ തഖൂലൂ ഖിലാഫൽ കിതാബി വസുന്ന, ഖുർആനിനും സുന്നത്തിനും എതിരായത് നിങ്ങൾ പറയരുത്. അല്ലാഹു സമ്മതിക്കുന്നില്ല. ഖുർആനിനും സുന്നത്തിനും അങ്ങനെ എതിരായ വിഷയങ്ങളുണ്ടോ? ഉണ്ട്. ഒന്നല്ല, ധാരാളം വിഷയങ്ങളുണ്ട്. അതിൽ മുഖ്യമായി കടന്നു വരുന്ന ഒരു വിഷയം പറയട്ടെ. അതാണ് മുസ്ലിമിന്റെ കല്യാണം. ഞാനത് പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറയരുത്. തീർത്തും സുന്നത്തിനെതിരായ വിഷയങ്ങൾക്ക് ഒരു ബാപ്പയും പെർമിറ്റ് കൊടുക്കരുത്, ഒരു ഉമ്മയും അനുവാദം കൊടുക്കരുത്. ഒരു സുന്നത്തിനെ വേണ്ടി ഒരു ഹറാമ് പോലും അവിടെ സമ്മതിക്കാൻ പാടില്ല. ഒന്നുപോലും സമ്മതിക്കാൻ പാടില്ല. ഒരു കറാഹത്ത് പോലും സമ്മതിക്കാൻ പാടില്ല. പിന്നെയല്ലേ ഹറാമ് സമ്മതിക്കുന്നത്? സുന്നത്തിനെതിരായ വിഷയങ്ങൾ അവിടെ അംഗീകരിക്കാൻ പാടില്ല. നിങ്ങളൊരു 15 ലക്ഷം ചെലവഴിച്ച് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയക്കുന്നത് അള്ളാഹു വലിയ പ്രതിഫലം അതിന് തരണമെങ്കിൽ, നിശ്ചയിക്കണമെങ്കിൽ, കണക്കാക്കണമെങ്കിൽ അള്ളാഹുവും റസൂലും കൽപ്പിച്ചതനുസരിച്ചാകണം. അതിനെതിരാകാൻ പാടില്ല. അവരുടെ വേഷഭൂഷാദികൾ, അവരെ കൊണ്ട് ബാക്കിയുള്ള ആളുകൾ പ്രവർത്തിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും വരരുത്. യഥേഷ്ടം എല്ലാവർക്കും കാണാനുള്ള പെർമിറ്റ് അള്ളാഹു പഠിപ്പിക്കുന്നതിനും ഖുർആൻ പഠിപ്പിക്കുന്നതിനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതിനും തീർത്തും എതിരായ വിഷയമാണ്. വേണ്ടവരൊക്കെ കടന്നു വന്നോട്ടെ എന്ന് പറയരുത്. ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റി അതാ ആ പെൺകുട്ടിയുടെ കൂടെ പഠിച്ച പുരുഷന്മാർ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചവരാണ് വരി നിന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തത്. ഒരു കല്യാണത്തോടനുബന്ധിച്ചൊരു മുസ്ലിം വീട്ടിൽ നടന്ന യാഥാർത്ഥ്യമാണ് ഞാനിത് പറയുന്നത്. തീർത്തും ഇത് ഖുർആനിനും സുന്നത്തിനും എതിരാണ്. ഒരു പെൺകുട്ടിയുടെ ചലനങ്ങൾ 3 ദിവസമായി ഒപ്പിയെടുക്കാൻ ഒരുത്തന് ടോയ്ലറ്റിൽ വരെ പെർമിഷൻ കൊടുക്കുന്ന ദുഷിച്ച ഏർപ്പാട്. ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, മുഅ്മിനുകളെ, വിശ്വാസികളെ, അരുത് അരുത് ചെയ്തേക്കരുത്. 20,000 25,000 രൂപക്ക് മ്യൂസിക്കിന്റെ അകമ്പടിയോടെ അതേ 15 ദിവസത്തെ കറക്കം ഒരുമിച്ച് കൂട്ടി ഒരു കേസറ്റ് ഇറക്കുന്നത് തീർത്തും എതിരാണ്. അതിനൊരു പാരമ്പര്യമില്ല. തീർത്തും അത് ദൂർത്തിന്റെ പ്രവണതയാണ്. എന്തിനാണ് ഈ ചെലവ് ചെയ്യുന്നത്? അവിടെ മഹല്ല് കമ്മിറ്റിയിൽ നിക്കാഹ് നടക്കുമ്പോ പള്ളിക്ക് കൊടുക്കുന്ന കാശിൽ ഒരു 150 രൂപ കൂടിയാൽ പിന്നെ വന്ന ആൾക്കാരൊക്കെ തീരുമാനിച്ചു ഈ മഹല്ലത്ത് നിന്ന് എവിടുന്നും ഒരു കല്യാണം നിശ്ചയിക്കാൻ പാടില്ലട്ടോ. എന്തേ? 150 രൂപ നമ്മുടെ നാട്ടിനേക്കാളും ഏറെ. അതാർക്കാ? അതാ പള്ളിയിലേക്ക് ഒന്നെങ്കിലും മുഅദ്ദിനോ ഉസ്താദിനോ ബന്ധപ്പെട്ട ഏതെങ്കിലും മസ്ലഹത്തിനോ കൊടുക്കുന്ന ഹൈറായ തുക. അതിൽ 150 200 ഏറിയാൽ നമുക്ക് പൊള്ളി. ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഉമ്മമാരെ, നമ്മളതിന്റെ ആളുകളാകരുത്. ഒരു സൽക്കാരം, ഒരു കല്യാണമാകട്ടെ, എന്താകട്ടെ, ആ അതിഥികളായി വന്നെത്തുന്ന ആളുകളെ അവിടെ പണിയെടുപ്പിക്കാൻ വിടുന്ന വേലക്കാരാക്കി വിടരുത്. അത് ശരിക്കും മാതൃകക്ക് എതിരാണ്. മാതൃകക്ക് സുന്നത്തിന് എതിരാണ്. തീർത്തും എതിരാണ്. എന്താ അങ്ങനെ എതിരാന്ന് പറയാൻ കാരണം? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, അള്ളാഹു പഠിപ്പിക്കുന്നതിനെതിരാണത്. 1500 ആളുകൾ ഒരു സ്ഥലത്ത് കല്യാണത്തിന് വരുമ്പോ അല്ലെങ്കിൽ സൽക്കാരത്തിന് വരുമ്പോ അവരെല്ലാവരെയും കൂടി ആനയിക്കുക. എങ്ങോട്ട്? ഭക്ഷണം ഒരുക്കി വെച്ച സ്ഥലത്തേക്ക്. ഓരോരുത്തരുടെ കയ്യിലും ഓരോ പ്ലേറ്റ് കൊടുക്കുക, ഒരു ഗ്ലാസും കൊടുക്കുക. എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ ക്യൂ നിന്നിട്ട് എല്ലാവരോടും ക്യൂ സിസ്റ്റം പാലിച്ച് വാങ്ങാൻ പറയാം. വളരെ തരം താഴ്ന്ന ഏർപ്പാടാണ്, ദുഷിച്ച ഏർപ്പാടാണ്. ആദിത്യ മര്യാദ അല്ലാഹു സൗന്ദര്യത്തോടെ പഠിപ്പിക്കുന്നുണ്ട്. ഹൽ അതാക ഹദീസു ളൈഫി ഇബ്രാഹീമൽ മുക്രമീൻ ഇദ് ദഖലൂ അലൈഹി ഫഖാലൂ സലാമാ ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സവിധത്തിൽ
മനുഷ്യവേഷത്തിൽ അത്യാദരണീയരായ മലക്കുകൾ വന്നു. മനുഷ്യവേഷത്തിലാ വന്നത്. 2 ആളാണ്, 3 ആളാണ്, 10 ആളാണെന്ന് വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഇരിക്കട്ടെ, അവർ വന്ന് കയറിയ ഉടനെ സലാം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സലാം മടക്കി. അല്ലാഹു ആ ഒരു വിഷയം നമ്മോട് പഠിപ്പിക്കുന്നത് വളരെ കൗതുകകരമായ ഒരു സംഭവം വിവരിക്കുന്ന രീതിയിലാണ്. ഹൽ അതാക ഹദീസു വൈഫി ഇബ്രാഹിമൽ മുക്രമീൻ. ഓ നബിയേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദരിക്കപ്പെടുന്ന ആളുകളെ, ആതിഥ്യമരുളിയ വർത്തമാനം, അവർക്ക് സൽക്കാരം നൽകിയ വർത്തമാനം നിങ്ങൾക്ക് എത്തിയിട്ടില്ലയോ നബിയേ? എന്തൊരു സൗന്ദര്യമുണ്ടതിന്. അവര് കടന്നു വന്നപ്പോ സലാം പറഞ്ഞു, സലാം മടക്കി. ഖൗമും മുൻകറൂൻ, പരിചയമില്ലാത്ത ആളുകളാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. നേരത്തെ കണ്ട് പരിചയമില്ല. ഫറാഗ ഇലാ അഹ്ലിഹി, അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഭാര്യയുടെ അടുത്തേക്ക് വേഗം പോയി. ഫജാ, വൈകിച്ചിട്ടില്ല. ഫജാ ബിജിലിൻ സമീൻ, 1-ാം നമ്പർ ഒരു കാളക്കുട്ടിയെ ചുട്ടെടുത്തിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ ഇങ്ങനെ നിരത്തിയിട്ട് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. സാറാബീബ് റളിയല്ലാഹു അൻഹു ഒന്ന് മാറാൻ പറഞ്ഞിട്ട്, ദാ ഒന്ന് വന്നാട്ടെ, ദാ ചെമ്പിലുണ്ടെന്ന് മാറിക്കോളൂ, കോരിക്കോളൂ, ഇതേറ്റം തിന്നോളൂ. അങ്ങനെയല്ല. എത്ര സപ്പോർട്ടുള്ള ആൾ നാട്ടിൽ കൊണ്ടുവന്നാലും അറപ്പോടെ വെറുപ്പോടെ മുസ്ലിം സമൂഹം തള്ളണം. ഒരാൾ പോലും അനുകരിക്കുന്ന ഒരു ശൈലി വരരുത്. ഇന്ന ആളെ വീട്ടിലുണ്ടായിരുന്നു, ഇന്ന ഹാജിയാരെ വീട്ടിലുണ്ടായിരുന്നു, ഏത് ഹാജിയാരെ വീട്ടിലുണ്ടെങ്കിലും ശരി, പാടില്ല, അനുകരിക്കാൻ പാടില്ല. എത്ര വലിയ സമ്പന്നന്റെ വീട്ടിലുണ്ടെങ്കിലും അംഗീകരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആനിന് ഘടകവിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനും എതിരാണ്. അതിഥികൾക്ക് എത്ര വലിയ സൽക്കാരമാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. ബന്ദികളായ അതിഥികൾക്ക് പോലും ഭക്ഷണം കൊടുത്ത ശേഷമാണല്ലോ സ്വഹാബത്ത് ഭക്ഷണം കഴിച്ചത്. ബദറിൽ തടവിലാക്കി പിടിക്കപ്പെട്ട ആളുകളിൽപ്പെട്ട അബൂ അസീസ് പറയുന്നു, ഇത്ര നല്ല രൂപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ പരിഗണിക്കുന്ന നല്ലൊരു സമൂഹത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. അബൂ അസീസ് പറയാണ്, ഏതാണ് ഈ അബൂ അസീസ്? മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. ബദറിൽ തടവിലാക്കപ്പെട്ട ആളാണ്. അബൂ അസീസിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഭക്ഷണം, എങ്ങനെയുണ്ട് സ്വഭാവം? ലോകതലത്തിൽ പല രാഷ്ട്രങ്ങളിലും കാരാഗ്രഹങ്ങളിൽ പീഡിതരായി മർദ്ദിതരായി കഴിയുന്ന വിഭാഗത്തോട് പാലിക്കേണ്ട കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും സഹാബത്തും പഠിപ്പിച്ചു തരുന്നുണ്ട്. അബൂ അസീസ് പറയാണ്, ഭക്ഷണം കൊണ്ടുവന്നാൽ 1-ാം നമ്പർ റൊട്ടിയും അതിലേക്കുള്ള കറിയും ജയ്ത്തും ഒക്കെ ഞങ്ങൾക്ക് മുന്തിച്ചു വരും. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ ഭക്ഷിക്കാറുള്ളത്? ഞങ്ങൾക്ക് കാരക്കയുണ്ട്, വെള്ളമുണ്ട്. നിങ്ങൾ ഇത് ഭക്ഷിക്കാതെ കാരക്കയും വെള്ളവും ഭക്ഷിച്ച് ഞങ്ങൾക്ക് ഈ മുന്തി തരുന്ന കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവർക്ക് ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവർക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു മാന്യതയാണത്. അതിനൊരു മറുമുഖം വരാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ദുസ്വഭാവം വരാൻ പാടില്ല. കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതാണ് സുന്നത്ത്. കയ്യിന് വല്ല തകരാറുമുണ്ടെങ്കിൽ ഉപകരണങ്ങൾ കൊണ്ട് ഭക്ഷണം കഴിക്കാം. കൂട്ടുകാരെ, പുതിയ റെസ്റ്റോറന്റുകളിലും ഹോട്ടലിലും കയറിയിട്ട് അവിടെ കൈ കഴുകാൻ ഒന്നും കാണുന്നില്ല. പകരം കൊണ്ടുവന്ന ഭക്ഷണപാത്രത്തിൽ കുറെ പിക്കാസ് കൊള്ളികളുണ്ട്, കുറെ മൺവെട്ടി കൊള്ളികളുണ്ട്, കുറെ കഴുക്കോല് കൊള്ളികളുണ്ട്. അതുകൊണ്ട് കുത്തിപ്പറിച്ചെടുത്തിട്ട് പാശ്ചാത്യൻ സംസ്കാരം നമ്മൾ സ്വീകരിച്ചുകൂടാ. അത് സുന്നത്തിന് എതിരാണ്. കൈകൊണ്ട് ഭക്ഷിക്കണമെന്ന് പഠിപ്പിച്ചതാരാണ്? ഹബീബ് റസൂലുള്ളാഹി. തിരുത്താൻ പാടില്ല. നമ്മൾ എവിടെ പോയാലും ആ മാതൃക നമ്മൾ വെച്ചു പുലർത്തണം. എന്താ തെളിവ്? ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലി. അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞത് മറികടക്കരുത്. അവര് പഠിപ്പിച്ചതിന് എതിര് ചെയ്യരുത്. കല്യാണ വിഷയങ്ങളിൽ ഞാൻ ഒന്നുകൂടി രക്ഷിതാക്കളോട് പറയട്ടെ, നിങ്ങൾ 15 ലക്ഷം കൊടുത്ത് ചെലവഴിച്ച് എല്ലാ നല്ല പരിപാടികളും ഒരുക്കിയിട്ട് അതിന്റെ മൂർധന്യ ദശയിൽ അത് ബാത്തിലാക്കരുത്.
ആ പെണ്ണിന്റെ ശരീരം തലേ ദിവസം വരെ മറവോടെയാണ്. അന്നതിന്റെ മറകൾ നീക്കിയിട്ട് ടീഷർട്ട് ധരിക്കാൻ പെർമിറ്റ് കൊടുക്കരുത്. ഒരു ബാപ്പയും അങ്ങനെ പറയരുത്, ഇന്നത് പറ്റുമെന്ന് പറയരുത്. ആ പെണ്ണിന്റെ കഴുത്ത് കാണിക്കാൻ അന്ന് സമ്മതം കൊടുക്കരുത്. ആ പെണ്ണിന്റെ കാതും ആ പെണ്ണിന്റെ മുടിയും ആ പെണ്ണിന്റെ ഭാരതവും ആ പെണ്ണിന്റെ മുട്ടിന്റെയും ആ പെണ്ണിന്റെ പള്ളയുടെ ഭാഗങ്ങൾ പോലും കാണിക്കാനെന്ന് അവസരം കൊടുക്കരുത്. അങ്ങനെ ഒരു ചാൻസ് ആരും നമുക്ക് അനുവദിച്ച് തന്നിട്ടില്ല. ആരും അങ്ങനെ സമ്മതിച്ചു തന്നിട്ടില്ല. ഒരാളും പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് തീർത്തും എതിരാണ്. സഹാബി വനിതകൾ അവരുടെ മക്കളെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. നല്ല സദ്യകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിൽ സദ്യകൾ ഒരുക്കിയിട്ടുണ്ട്. ഒട്ടകങ്ങൾ അറുത്തതുണ്ട്, ആടറുത്ത് സദ്യ ഉണ്ടാക്കിയതുണ്ട്, കാരക്കയും വെള്ളവും പത്തിരിയും ദീത്തും കൊണ്ടുണ്ടാക്കിയതുണ്ട്. അതിനൊന്നും തകരാറില്ല. പക്ഷേ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിക്കൂടാ. മറ്റൊന്ന്, മഹർ ഇട്ടുകൊടുക്കാൻ പോകുന്ന ഏർപ്പാട് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലാകണം. ഒരു മഹർ കെട്ടാൻ ഒരു പെണ്ണിന് ഒരു പുതിയാപ്പിളയല്ലേ ഒരേ സമയത്ത് രണ്ടെണ്ണം ഉണ്ടാകൂ. എന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ കൂടെ വരി വരിയായതാ ബാക്കിയുള്ളവർ കയറുന്നു. ഒന്ന് എളാപ്പാന്റെ മോനൊന്ന് മൂത്താപ്പാന്റെ മോനൊന്ന് അമ്മോന്റെ മോന് ഒന്ന് എളാമാന്റെ മോൻ എല്ലാരും കൂടി കയറും. എല്ലാരും ഒരുമിച്ച് കൊടുക്കുന്ന സംവിധാന അവാർഡ് ദാനായത്. അവിടെ ബാപ്പമാര് നോക്കുകുത്തികളാകരുത്. അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യും. നമ്മൾ ആ വിഷയം കറക്റ്റായി ചെയ്യണം. മകൻ കോടീശ്വരനായി 2 വർഷം കൊണ്ട് ഓരോ മാസവും 2 ലക്ഷം ശമ്പളം കിട്ടി വന്നു. പുതുപുത്തൻ കല്യാണം നടത്തുകയാണ്. എന്തു നടത്തിയാലും ബാപ്പയാണെങ്കിൽ നിങ്ങൾ പറയണം, അള്ളാഹു പൊരുത്തപ്പെട്ട, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തപ്പെട്ടതല്ലാതെ ഒന്നും ഞാൻ ഇവിടെ സമ്മതിക്കൂല. നിന്നെ പറഞ്ഞേച്ചത് ഞാനാണ്, പഠിപ്പിച്ചത് ഞാനാണ്, തീറ്റിപ്പോറ്റി വളർത്തിയത് ഞാനാണ്, എല്ലാ ഒത്താശകളും ചെയ്തു തന്നത് ഞാനാണ്. ബാപ്പയായ എന്റെ പൊരുത്തം വേണമെങ്കിൽ, ഈ ഉമ്മാന്റെ പൊരുത്തം വേണമെങ്കിൽ ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിൽ നിന്ന് ഒന്നും മറികടക്കാൻ പാടില്ല. സഹോദരങ്ങളെ, കൂടെ പോകുന്ന ആളുകൾക്ക് മദ്യം കഴിക്കാൻ 400ഉം 500ഉം വെച്ച് നീട്ടുന്ന സ്വഭാവം. നിക്കാഹിന് പങ്കെടുക്കേണ്ടതാരാണ്? സ്വാലിഹീങ്ങളാണ്. നിസ്കരിക്കാത്തവരല്ല, തനിച്ച തോന്നിവാസികളല്ല, ദുർമാർഗികളല്ല. ജംഉം മിൻ അഹ്ലി സ്വലാഹി വൽ ഖൈർ പറഞ്ഞില്ലേ, നല്ല വ്യക്തിത്വങ്ങളിൽ ഒരു സംഘം ആളുകൾ നിക്കാഹിന് സംബന്ധിക്കലും സാക്ഷ്യം വഹിക്കലും സുന്നത്താണ്. ആ നല്ലവർ പോകേണ്ടിടത്തേക്ക്, ഞാൻ അനുഭവസ്ഥനായതുകൊണ്ട് ആ പലതും ഇത് പറയുന്നത്, സങ്കടത്തോടെ പറയുന്നത്. നിക്കാഹിന്റെ മജ്‌ലിസിൽ വന്ന അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ചെറുപ്പക്കാരെ സാക്ഷിയാക്കിയിട്ട് നമ്മുടെ പത്രത്തിൽ ഒന്ന്, രേഖാപത്രത്തിൽ ഒന്ന് എഴുതാൻ വേണ്ടി വിളിക്കുമ്പോ അവർക്ക് എണീറ്റ് വരാൻ പോലും കഴിയുന്നില്ല. അവശതയാണ്. എന്താ അവശത? മൂക്കറ്റം നജസ് വാരി കുടിച്ചിട്ടുണ്ട്. ഇനി പൊരിച്ചതും കൂടി അതിന്റെ മേലെ ദമ്മിടാൻ വേണ്ടി വന്നതാണ്. വേറൊന്നിനുമല്ല. അവരെ വിളിച്ചിട്ട് അവർ സംസാരിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അപ്പോഴാണ് വേറൊരാൾ വന്ന് പറഞ്ഞു, ഉസ്താദേ അവരെ വിളിക്കരുത്, ഇപ്പുറത്ത് കുറെ ഇരിക്കുന്ന കാരണവന്മാരുണ്ട്, അവരാരെങ്കിലും വിളിച്ചോളൂ. മക്കളോട് പറയണം, നിക്കാഹിന് പോകുമ്പോ ഇന്നാളെ വിളിക്കാവൂ, ഇന്നാളെ വിളിക്കാവൂ, ഇന്നാളെ വിളിക്കാവൂ. ആണിനോട് പറയണം, പെണ്ണിന്റെ കൂടെ പെണ്ണിന് നിക്കാഹിന് അപ്പുറത്തുനിന്ന് വരുന്ന ആളുകളോടൊക്കെ അത്തരത്തിലുള്ള സ്വാലിഹ്യങ്ങളെ സംബന്ധിപ്പിക്കാൻ വേണ്ടി പറയണം. അപ്പോഴാണ് ബാക്കിയുള്ള ആളുകൾക്ക് ചെറിയൊരു ബഹിഷ്കരണം വരുമ്പോ, അവരെ ഒന്നിനും കൂട്ടാതെ വരുമ്പോ കുറച്ചെങ്കിലും അവർ നന്നാകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നന്നാകപ്പെടാം. ഇത് എല്ലാ പരിപാടിക്കും ഓരോ കൂട്ടും ഒരു വാണയാണ്. പിന്നെ അതിന്റെ പേര് പറയുന്നത് പന്തല് കെട്ടാൻ ഒരാളില്ലെങ്കിൽ ശരിയാകൂല. അതിന് വാടകയ്ക്ക് എത്ര ആൾക്കാരുണ്ട്? പണിക്കാരെ കിട്ടൂലേ പന്തല് കെട്ടാൻ? വിളമ്പാൻ വരെ പണിക്കാരെ കിട്ടും, യൂണിഫോം ധരിച്ചവരെ കിട്ടും, ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരെ കിട്ടും. അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയല്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു ഇതൊന്നും കാരണം പറഞ്ഞ് ഒരൊറ്റ കുട്ടിക്കും ആ വിഷയത്തിന് സംബന്ധിക്കാൻ 100 രൂപയാകട്ടെ 1 രൂപയാകട്ടെ അവിഹിതമായ മാർഗത്തിൽ കൊടുക്കരുത്. പിന്നെയും നിങ്ങൾ നോക്ക്, 1500 2000 രൂപക്കുണ്ട് ഒരു അമിതമായ ചെലവ്. അതെന്താണ്? നേരത്തെ പറഞ്ഞ ഫോട്ടോ എടുക്കലല്ല, അതൊന്നും ഒരു പ്രശ്നമില്ലാതെ നടക്കുകയാണ്.
അതൊക്കെ അള്ളാഹു ചോദിക്കുമെന്നൊരു വിഷയം നമ്മൾ കരുതണം, മറികടക്കാൻ പാടില്ല. ഏറ്റവും നല്ല നിക്കാഹ് ഏതാണ്? ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹ് അവിഹിതമായ ഒരു ചെലവും ഇല്ലാതെ പാകത്തിന് ചെലവ് ചെയ്യുന്ന നിക്കാഹാണ്. പന്തല് നിങ്ങൾ കെട്ടിക്കോളൂ, വരുന്നവർക്ക് ഇരിക്കാനാണ് കൂലി കിട്ടും. നല്ല ചെയർ വെച്ചോളൂ, വരുന്നവർക്ക് ഇരിക്കാനാ കൂലി കിട്ടും. അവർക്ക് ആമുഖമായിട്ട് വെള്ളം കൊടുത്തോളൂ, അതൊക്കെ സുന്നത്താണ്. നല്ല ഭക്ഷണം ഒരുക്കിക്കോളൂ, കഴിവിന്റെ പരമാവധി കഴിവനുസരിച്ച് കുഴപ്പമില്ല. പക്ഷേ അവിടെയും നിയമങ്ങൾ പരിഗണിക്കാതെ ആ പെൺകുട്ടിയെ നടുത്തടത്തിലിരുത്ത് കതക് തുറന്നിട്ട് വരുന്നവരൊക്കെ പോയി കാണുന്ന സ്വഭാവം, എല്ലാവരും കൈപിടിക്കുന്ന സ്വഭാവം, എല്ലാവരും മംഗളാശംസയുടെ കാത്തു കൊടുക്കുന്ന സ്വഭാവം ഒരിക്കലും പാടില്ല. കല്യാണത്തിന്റെ 2 ദിവസം മുമ്പ് അതാ അവിടെ ഒരു മൈലാഞ്ചി കല്യാണം നടന്നില്ല. 99% മൈലാഞ്ചി വെക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ അവരതിന് അർഹതയില്ലാത്തവരാണ്, സുന്നത്തിന്റെ പാകതയിലെത്താത്തവരാണ്. ഈ വധുവായ പെൺകുട്ടിക്ക് നിക്കാഹ് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുന്നത്താണ്. കല്യാണത്തിന്റെ അന്നാണ് നിക്കാഹെങ്കിൽ നിക്കാഹിന് ശേഷമാണ് മൈലാഞ്ചിയുടെ സുന്നത്ത് സംബന്ധിക്കുന്നത്. മുമ്പ് സുന്നത്തില്ല. എന്റെ വകയല്ല, ശാഫി മദ്ഹബിലെ സർവകർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും അത് പഠിപ്പിക്കുന്നുണ്ട്. ഫത്ഹുൽ മുഈനടക്കം എല്ലാത്തിലും അത് പഠിപ്പിക്കുന്നുണ്ട്. അവിവാഹിതരായ പെൺകുട്ടികൾ, കൂടെ പഠിച്ചവർ, കൂട്ടുകാരികൾ, കുടുംബക്കാരികൾ, ഇവരൊക്കെ വന്നിട്ട് നമ്മുടെ 2500 രൂപക്ക് മുഴുവനും കിട്ടുന്നത് കറാഹത്താണ്, സുന്നത്തിന് എതിരാണ്. അതൊക്കെ പിന്നെ അത്രയേ ഉള്ളൂ കരുതണ്ട, ആ രൂപത്തിൽ പരിഗണിക്കണമെന്ന്. ഫത്ഹുൽ ബുഖാരിയിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു കറാഹത്തിന്റെ വിഷയം പറഞ്ഞപ്പോ മഹാനവർകൾ പറഞ്ഞൊരു വാക്കുണ്ട്, അൽ കറാഹത്തു ഉഖ്ബത്തുൻ ബൈനൽ ഹലാലി വൽ ഹറാം. കറാഹത്ത് എന്നത് ഹലാല് ഹറാമിന്റെ ഇടയിലുള്ള ഒരു കടമ്പയാണ്. കറാഹത്ത് ഇറാൻ പാടില്ല, ഹറാമിലേക്ക് ചെന്നു ചേരും. കറാഹത്ത് തീരെ വരാതെ സൂക്ഷിക്കണം. അപ്പൊ ഹലാലും സുന്നത്തും ഒക്കെ നന്നായി സ്ഥിരപ്പെടും, ഉറച്ചു നിൽക്കും. രണ്ടിനെ ഇടയ്ക്കുള്ള ഒരു കടമ്പയാണ്, ഒക്കുവയാണ് കറാഹത്ത്, ഹലാല് ഹറാമിന്റെ ഇടയ്ക്കുള്ള. ഇതേറെ സങ്കടം എന്താണെന്നറിയോ? ആമീൻ പറയാൻ വേണ്ടി വരുന്ന, ഖബിൽതു ചൊല്ലാൻ വേണ്ടി വരുന്ന വരൻ, അവന്റെ കയ്യിൽ ശുദ്ധമായ ഹറാമെന്ന് മാത്രം പറഞ്ഞാ പോരാ. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞതുപോലെ, മറ്റു അനേകം പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ, മഹാകുറ്റം ചെയ്തിട്ടാണ് ബാറക്കല്ലാഹു ലക്കുമയുടെ മജ്‌ലിസിലേക്ക് വരുന്നത്. കയ്യിലതാ അവന്റെയും അവളുടെയും പേര് മൈലാഞ്ചിയിൽ കുത്തിവെച്ചിരിക്കുന്നു. കുറെ നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്, വേറെ കുറെ ആരോ മാർക്കുകളും കാണുന്നുണ്ട്. ഇതൊക്കെ കയ്യിൽ നിറയെ എന്നതിന്റെ വിവക്ഷയിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മുൻകടക്കാൻ പാടില്ല, എതിർക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമമാക്കിയ വിഷയമല്ലാതെ മറ്റൊന്ന് കൂട്ടിക്കിടത്തരുത്. എത്രത്തോളം പരിഗണിക്കണം അറിയാം. ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി എന്നതിന് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു നൽകുന്ന ഒരു തഫ്സീറുണ്ട്. ലാ തദ്ഉ ഖബ്ലൽ ഇമാം. നിസ്കരിച്ച ഇമാമിന്റെ മുമ്പ്, ഇമാമ് ദ്വാരക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ദ്വാരന്ന് എണീറ്റ് പോകരുത്. നിങ്ങൾ ആ ദ്വായിൽ സംബന്ധിക്കണം. കാരണം അതും ഒരു പരിഗണനല്ലേ. നിസ്കരിച്ച് ദിക്ർ ചൊല്ലി ദ്വാരക്കാനിരിക്കുന്ന ഇമാമ്, അവിടെ കുറെ ആൾക്കാർക്ക് ആ ദുആ ദഹിക്കാത്തതുകൊണ്ടായിരിക്കും. ആ ഇമാമിന്റെ ദുആ പരിഗണിക്കണം. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയാണ്, അതിനു മുമ്പ് നിങ്ങൾ ദ്വാരക്കരുത്. അപ്പൊ ശരിക്ക് പരിഗണിക്കേണ്ട വിഷയമാണ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ. ഒരുപാട് വിഷയങ്ങൾ ഈ ആയത്തുമായി ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ട്. മഹാനവർകൾ പറഞ്ഞു, എത്രത്തോളം എന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, ആ വാക്ക് ചിക്കി ചികഞ്ഞ് അന്വേഷിക്കുന്ന വിഷയം പോലും പാടില്ല. എന്തേ നിബിതങ്ങൾ അങ്ങനെ പറഞ്ഞത്? എന്തേ ഇങ്ങനെ പറയാതിരുന്നത്? ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നില്ലേ എന്ന ഒരു സ്വഭാവം പോലും വെച്ച് പുലർത്താൻ പാടില്ല. അവിടുന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ അംഗീകരിക്കേണ്ടതുണ്ട്, അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. ആ പറഞ്ഞതിന് ഒരു മറു അഭിപ്രായം പറഞ്ഞ് രേഖപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്
അവിടെ കൊണ്ടുവരുന്ന ഹദീസ് എന്താണെന്നറിയോ? അവിടുത്തെ അവസാന സമയത്ത് തങ്ങൾക്ക് രോഗം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, മുറൂ അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, മുറൂ അബൂബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് നിങ്ങൾ കൽപ്പിക്കണം ഇമാമായി നിസ്കരിക്കട്ടെ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അസ്ഹാബികളോട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയിട്ട് നബി ഞങ്ങളോട് പറയണം, അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ സങ്കടം വരും, ലോല മനസ്കനാണ്, തങ്ങൾ നിൽക്കുന്ന ആ സ്ഥാനത്ത് നിന്നാൽ സങ്കടം കൊണ്ട് കരച്ചിൽ വന്നിട്ട് ഓത്തൊന്നും സഹാബിമാർക്ക് കേൾപ്പിക്കാൻ കഴിയൂല, അതുകൊണ്ട് വേറൊരാളെ ഇമാമായിട്ട് നിശ്ചയിക്കാൻ വേണ്ടി പറയണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വീണ്ടും പറഞ്ഞു, മുറൂ അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, ഞാൻ ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് കൽപ്പിക്കുമ്പോൾ നിങ്ങൾ അത് എതിർത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൽപ്പിക്കൂ, നിങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൂട്ടുകാരികളായി സലീഹയോടൊപ്പം നിന്ന സ്ത്രീകളെ പോലെ അഭിപ്രായം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നിൽക്കണ്ട, ഞാൻ പറയുന്ന വാക്ക് അങ്ങോട്ട് കേട്ടാൽ മതി. ഇതാണ് ഇമാം ഖുർത്തുബി തങ്ങൾ തെളിവ് പറയുന്നത്. തങ്ങളെ വാക്ക് ചിക്കി ചികഞ്ഞിട്ടത് ശരിയല്ല എന്ന് പറയുന്ന ആളെ വിഷയം എത്ര ഗൗരവമാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ ചെയ്യണം. തഖ്വയുടെ വിശദീകരണം ഇനിയും അതേപോലത്തെ വചനങ്ങൾ വരുന്നുണ്ട്, അവിടെ നമുക്കത് പറയാം. എല്ലാ വിഷയങ്ങളിലും കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഒന്നും സമയത്തിനപ്പുറം ഒന്നും നമ്മൾ മുന്തിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ പറഞ്ഞതുപോലെ അംഗീകരിക്കണം. അതേ തങ്ങളെ മാനിക്കേണ്ടതുപോലെ മാനിക്കണം. അവിടുത്തെ വാഹനം പോലും മറികടക്കാൻ പാടില്ല. അങ്ങനെയല്ലേ ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലിഹി എന്നതിന്റെ തഫ്സീർ പറയുമ്പോ മുൻകടക്കരുത്, മറികടക്കരുത്. തങ്ങളെ വാഹനം മറികടന്ന് മറ്റൊരു വാഹനം പോകരുത്. ഒരു അഅറാബിയുടെ വാഹനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തെ മറികടന്നു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണ്. തങ്ങളെ വാഹനം തുസമ്മൽ അൽബാ, ഒട്ടകത്തിന് അൽബാ എന്ന് പേര് പറയും. വകാനത്ത് ലാ തുസ്ബഖൂ, മറ്റൊരു വാഹനവും അതിനെ മറികടന്ന് പോകാറില്ല. അതാണ് പതിവ്. അൽബാ എന്ന വാഹനം പോകുന്നുണ്ടെങ്കിൽ ആരും അതിനെ മറികടന്നു പോകില്ല. ഒരാറാബി ഒരു ക്ഷീണിച്ച ഒട്ടകപ്പുറത്ത് വന്ന് ആ വാഹനം അങ്ങോട്ട് മറികടന്നപ്പോ ഫശഖ്ഖ ദാലിക അലൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് അത് വലിയ പ്രയാസം സൃഷ്ടിച്ചു. അവർക്ക് വേദനയായി. അവരെ മുഖത്തുള്ള വിഷമം കണ്ടപ്പോ സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സുബിഖത്തിൽ അൽബാ, അൽബാ എന്ന വാഹനത്തെ മറികടന്നു പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങളെ മറുപടി എന്താണെന്നറിയോ? ഇന്ന ഹഖ്ഖൻ അലല്ലാഹ് അല്ലാ യർഫഅ ശൈഅൻ മിനദ് ദുനിയാ ഇല്ലാ വദഅഹു, അങ്ങനെ ഒരു ഉയർച്ച എന്റെ വാഹനം മറികടക്കണമെന്നും അതിനെ ഓവർടേക്ക് ചെയ്ത് പോകണമെന്നും അങ്ങനെ ഉയരത്തിലേക്ക് എത്തണമെന്നും കരുതുന്നുണ്ടെങ്കിൽ ഇല്ലാ വദഅഹു, അല്ലാഹു അതിനെ താഴ്ത്തേണ്ടടുത്ത് താഴ്ത്തും. ആ വാഹനം പരിഗണിക്കണം. അവിടുത്തെ തീരുമാനം കാതോർക്കുന്നതിന്റെ മുമ്പ് ഒരു രാജാവിന്റെ അഭിപ്രായവും സ്വീകരിക്കരുത്, ഒരു നേതാവിന്റെ അഭിപ്രായം സ്വീകരിക്കരുത്. അല്ലേ സ്വഹാബത്തിന്റെ ഈമാൻ നോക്ക് നിങ്ങൾ. ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ഒരു ബഹിഷ്കരണ തീരുമാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കി. മഹാനവറുകൾ സത്യം പറഞ്ഞു, നല്ല ആരോഗ്യമുള്ള സമയമാണ്, നല്ല സാമ്പത്തിക സ്രോതസ്സുണ്ട്, ഒക്കെ ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പോയില്ല. എന്തേ വരാതിരുന്നത്? എനിക്കൊരു കാരണമില്ല എന്ന് പറഞ്ഞു. നാ അള്ളാഹുവിന്റെ തീരുമാനം വരട്ടെ, അതുവരെ കാത്തു കഴിയണം. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോവുകയാണ്. സ്വഹാബത്ത് ആരും മിണ്ടുന്നില്ല, സലാം പറഞ്ഞിട്ട് വരെ മടക്കുന്നില്ല. ആ രൂപത്തിൽ വലിയ ബഹിഷ്കരണം വന്നു. അങ്ങനെ ഒറ്റക്കായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞു, മദീന എത്രയോ വിശാലമായ ഭൂമിയാണ്, പക്ഷേ എനിക്കത് ഇടുക്കമായിട്ടാണ് തോന്നിയത്, വളരെ ഇടുങ്ങിയ ഭൂമിയായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഞാൻ ഒറ്റക്ക് നടക്കുമ്പോ ഒരു ദിവസം മദീന സൂഖിലൂടെ ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോ കർഷകരിൽപ്പെട്ടൊരു കർഷകൻ, ഷാമുകാരിൽപ്പെട്ടൊരു കർഷകൻ, അദ്ദേഹം മദീനയിൽ ഭക്ഷണം കൊണ്ടുവന്ന് വിൽക്കുന്ന ആളാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മയ്യദുല്ലിനി അലാ കഅബ് ഇബ്നു മാലിക്, കഅബ് ഇബ്നു മാലിക്കിനെ ആരാണ് എനിക്ക് കാണിച്ചു തരുക? പലരോടും ചോദിക്കുന്നുണ്ട്. ജനങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്റെ നേർക്ക് അദ്ദേഹം വന്നു ഒരു കിതാബ് തന്നു, ഒരു എഴുത്തൊരു കത്ത്. ആ
കത്ത് ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ മലിക് വസ്സാൻ രാജാവിന്റെ കത്താണ്. വസ്സാൻ രാജാവ് ആ കത്തിൽ എന്താ എഴുതിയതെന്നറിയാൻ ഞാനൊന്ന് പൊളിച്ച് വായിച്ചു നോക്കി. എനിക്ക് എഴുത്തറിയായിരുന്നു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ കത്തിലുള്ളത് അമ്മാ ബഅദു ഫഖദ് ബലഗനാ അന്ന സ്വാഹിബക ഖദ് ജഫാ. അല്ല കഅബേ, നിങ്ങളുടെ സ്വാഹിബ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പണങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഇടുങ്ങിയ നാട്ടിൽ താമസിക്കേണ്ടതില്ല. ആരും പരിഗണിക്കാത്ത മദീനയിൽ നിങ്ങൾ നിൽക്കേണ്ടതില്ല. നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് വന്നോ, വേണ്ടത് നമ്മൾ ചെയ്തു തരാം. ആ കത്തങ്ങ് വായിച്ചപ്പോൾ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്നാൽ അങ്ങനെ ആകട്ടെ എന്നല്ല പറഞ്ഞത്. മഹാനവറുകൾ പറഞ്ഞു, വഹാദാ അയ്ളം മിനൽ ബലാ, ഇതും പരീക്ഷണത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. എന്നിട്ട് ആ കത്തിങ്ങനെ വലിച്ചു കീറിയിട്ട് അടുപ്പിലേക്ക് കത്തിക്കാനിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം വരുന്നതിന്റെ മുമ്പ് ഒരു രാജാവിന്റെ തീരുമാനവും വേണ്ട, വേറൊരു നേതാവിന്റെ തീരുമാനവും വേണ്ട, ആരുടെ സപ്പോർട്ടും വേണ്ട. ആ നിലയ്ക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും പ്രവൃത്തിയും അംഗീകരിക്കണം, സപ്പോർട്ട് ചെയ്യണം.